ഹായ് മക്കളെ, +1 പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ല. +2 നന്നായി പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ 2 മാസം നന്നായിട്ട് ഉഴപ്പാണ് ചെയ്തത്. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ഒരു ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. പറഞ്ഞു വരുന്നത് +2യുടെ ഓണം എക്സാം ഇനി ഏകദേശം 25 ദിവസത്തോളം ഉണ്ട്. ദിവസം മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ പറഞ്ഞത്, 25 ദിവസത്തോളം ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് പഠിക്കാനൊക്കെ ഉണ്ട്. സോ ഈ ഓണപരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചാപ്റ്റേഴ്സാണ് വരിക, ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏകദേശം എത്ര മാർക്കിന് ചോദിക്കുമെന്നുള്ള വെയിറ്റേജ് അടക്കമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെന്താ സാർ എല്ലാവർക്കും പറ്റൂലെന്ന് വെച്ചാൽ, എടാ ഇതിനെക്കുറിച്ചൊന്നും വലിയ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ എന്തിനാ ഇപ്പോഴേ തന്നെ ഇതൊക്കെ ആലോചിക്കും. നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയുടെ തലേന്ന് മാരത്തോൺ വന്ന് കണ്ടാൽ പോലെ കുറച്ച് മാർക്ക് കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല. അതായത് ഓണപ്പരീക്ഷ നമ്മൾ തകർക്കും, അവിടെ നിന്നുള്ളൊരു എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യും, നമ്മൾ പിന്നീട് അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയി പഠിക്കും. നമ്മളുടെ എന്താ പറയുക, ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ സെറ്റാക്കും, ക്രിസ്മസ് സെറ്റാക്കും, ലാബ് സെറ്റാക്കി, മോഡൽ സെറ്റാക്കി, എന്താ +2 ഫൈനൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങും. ആൻഡ് അതിൻ്റെ തുടക്കമായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് 1-2 കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏകദേശ കണക്കാണ് കേട്ടോ. കാരണം ഓണപരീക്ഷയ്ക്ക് ഒന്നും ആയിട്ട് എന്ത് ചെയ്യാറില്ല, ഒരു വെയിറ്റേജ് ഒന്നും പറയാറില്ല. പക്ഷേ കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മൾ അനലൈസ് ചെയ്തപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ കുറേ വർഷങ്ങൾ ഓണപരീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കോവിഡും കാര്യങ്ങളും. കഴിഞ്ഞ വർഷം ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കാണ് വന്നത്, അത് തന്നെയായിരിക്കും ഇത്തവണയും ഏകദേശം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, മൊത്തം എത്ര പാഠം ഉണ്ടെന്നൊന്ന് എണ്ണണം. വളരെ സിമ്പിൾ, ഓരോ സ്ലൈഡും എണ്ണി നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഈ ലൈവ് അല്ല ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെറുതെ ഒന്ന് പ്ലാൻ ചെയ്യാം. എഡ്യൂപോർട്ടില്ല, അജാസ് സാറില്ല, ആരുമില്ല. എന്താണ് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് പ്ലാൻ ചെയ്യുക എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. കാരണം എന്താ, അത് നിങ്ങളെ സൈഡിൽ നിന്നൊരു വർക്കും കൂടെ വന്നിട്ട് പിന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് തകർത്ത് പഠിക്കണം എന്നുള്ള നമ്മുടെ പ്ലാന് കിട്ടും. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായിരിക്കും, ക്ലിയർ പിക്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ഞാൻ ഓരോ സബ്ജക്റ്റിൽ ഇത് പറഞ്ഞുതരാം. യെസ്, മാത്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം 5 പാഠങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കണ്ടിന്യൂറ്റി വരെയുള്ള പാഠങ്ങളുണ്ട്. അതായത് കാൽക്കുലസിൻ്റെ തുടക്കം വരെ നിങ്ങൾക്കുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ വെയിറ്റേജ്. അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള 3 പാഠങ്ങൾ ഇവിടെ വരുന്നുണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, മാട്രിക്സ്, ഡിറ്റർമിനൻസ്. അതിൽ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്ക് 40ഓളം മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്, 50ഓളം മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട് അല്ലേ. റൈറ്റ്. ഇനി അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ഇത്രയും പാഠങ്ങളാണ്. കൗണ്ട് ചെയ്യാൻ മാർക്കല്ല കേട്ടോ, ടോട്ടൽ കമൻറ്റ് ചെയ്യണം ലാസ്റ്റ്. കെമിസ്ട്രി, സുവോളജി, ബോട്ടണി. ഓക്കെ, റൈറ്റ്. ഇനി കമ്പ്യൂട്ടർ സയൻസുള്ള കുട്ടികൾക്ക് CS-ൻ്റെ ചാപ്റ്റേഴ്സ്. ഇംഗ്ലീഷൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, റൈറ്റ്. ഇത്രയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഉള്ളത്. ലാംഗ്വേജസ് ഒക്കെ നമുക്ക് അവസാനം പഠിച്ചാൽ മതി, ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കണം എന്നൊന്നുമില്ല. ഇംഗ്ലീഷിന് പ്രത്യേകം എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ട്. കാരണം കുറേ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഇംഗ്ലീഷിൽ മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടോട്ടൽ എത്ര പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നിങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോ റെഗുലർലി ഇടുമ്പോൾ എന്താ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ആവേശം ഉണ്ടാകും കൂടുതൽ ചെയ്യാൻ. സോ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, വീഡിയോ വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.